ഈ ആഴ്ച നടപടികൾ വേഗത്തിലാകും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, അതെ ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്ന് നിങ്ങളിൽ നിന്ന് അറിയുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും നല്ലവനായ കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അതെ, ഇന്നും നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ അല്പസമയം നമ്മുടെ സന്തോഷത്തിൻ്റെയും സ്തുതിയുടേതുമായി മാറുവാൻ കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ആ സന്തോഷ വർത്തമാനം പ്രവചനദൂതായി നിങ്ങൾക്ക് കൈമാറി. അതുതന്നെ നടപടികൾ വേഗത്തിലാകും. ചില നടപടിക്രമങ്ങൾ വേഗത്തിലാകും. ഒച്ചിഴയുന്നത് പോലെ ഇഴയുകയാണ് ആ ഫയൽ. ഒരു മേശയിൽ നിന്ന് അടുത്ത മേശയിലേക്ക്, ഒരു ഓഫീസറിൽ നിന്ന് അടുത്ത ഓഫീസറിലേക്ക്. സാർ, നമ്പർ ഇതാണ്, എന്തായി, എന്തിനാ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത് ആകുമ്പോൾ ഞങ്ങൾ അറിയിക്കുമല്ലോ. ഏത് പണ്ട് കളി കഴിഞ്ഞ് വിശന്ന് തളർന്നു വരുന്ന പിള്ളേർ ചോറ് ചോദിക്കുമ്പോൾ അമ്മമാർ ദേഷ്യത്തിൽ പറയും പോലെ അതിന് പിന്നെയും ഒരു മയമുണ്ട്. മക്കൾക്ക് കൊടുക്കണമെന്നുള്ളൊരു താല്പര്യവുമുണ്ട്. ഇത് അങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾക്കിതിലൊന്നും ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് ചില പേപ്പറുകൾ ഇങ്ങനെ കറങ്ങി നടക്കുക ഒരുപാട് മേശകളിലൂടെ. ആ നടപടിക്രമങ്ങൾക്ക് ഒരു അയവ് വരുവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നടപടികളെ കർത്താവ് പൂർത്തിയാക്കുവാൻ പോകുന്നു. ആ വിളി വരുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ആ ലോൺ സാങ്ഷനായി എന്നുള്ള കോൾ വരുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ നടപടികൾ വേഗത്തിലാകുകയാണ്. സർക്കാർ കാര്യമില്ല അതങ്ങനെ വേഗത്തിലൊക്കെ. നോ, ഇപ്രാവശ്യം അത് വേഗത്തിലാകും. ഈ ലോകത്തിലെ സർക്കാരിനെ സ്വർലോകത്തിലെ ദൈവം കൺട്രോൾ ചെയ്യുവാൻ പോകുക നിനക്ക് വേണ്ടി. എത്ര പേർക്ക് ദൂത് ഏറ്റെടുക്കുവാൻ? അവൻ സഹോദരി ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയോ? ആ രാജ്യത്തിലെ ഭരണകൂടത്തെ, എംബസിയെ സ്വർഗത്തിലെ ഭരണകൂടം കൺട്രോൾ ചെയ്യുവാൻ പോകുക നിനക്ക് വേണ്ടി. വിസ സ്റ്റാമ്പ് ചെയ്ത് വരുവാൻ പോകുക. ഒത്തിരിയായില്ലേ കാത്തിരിപ്പിന് അറുതി വരുവാൻ പോകുന്നു. സ്വർഗത്തിലെ ഗവൺമെൻറ് ഇടപെടുവാൻ പോകുന്നു നിനക്ക് വേണ്ടി. സ്വർഗത്തിലെ ഗവൺമെൻറ്, സിസ്റ്ററേ, നിന്റെ മകന് വേണ്ടി, നിന്റെ മകൾക്ക് വേണ്ടി സ്വർഗത്തിലെ ഗവൺമെൻറ് ഇടപെടുവാൻ പോകുന്നു. ആ ഓർഡർ സൈൻ ചെയ്ത് വരുവാൻ പോകുന്നു. നീ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒത്തിരി പേരുടെ വാക്കുകൾ നിന്നെ വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട്, അലോസരപ്പെടുത്തുന്നുണ്ട്. നടക്കത്തില്ല. യവനൊക്കെ കിട്ടും, അവനൊക്കെ കാട്ടിക്കൂട്ടിയത് അങ്ങനെയല്ലേ. അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ അല്ലേ അമ്മേ, അല്ലേ പിതാവേ, അവിടെ പോയാൽ ചെറുക്കൻ രക്ഷപ്പെടും. ഇവരുടെ മധ്യത്തിൽ നീ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ പോയാൽ എൻ്റെ ചെറുക്കൻ രക്ഷപ്പെടും. പക്ഷേ ചില പേപ്പറുകളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുക. ചിലരുടെ പേനയ്ക്കൊന്നും ഒരു ചലനമില്ല. ഈ ആഴ്ച പേപ്പറുകളിൽ സീൽ വീഴും. ഈ ആഴ്ച പേപ്പറുകളിൽ സൈൻ വീഴും. നടപടിക്രമങ്ങൾ വേഗത്തിലാകും. ചില മാസങ്ങളായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ബ്രദർ, നീ ആ സ്ഥാപനം തുടങ്ങുന്നതുമായി, ആ ബിസിനസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സബ്മിറ്റ് ചെയ്ത ആ പേപ്പേഴ്സ് ചില മാസങ്ങളായി, ചില വർഷങ്ങളായി അതിങ്ങനെ ആ നടപടിക്രമങ്ങളുടെ ചക്രത്തിൽ ഉരുണ്ടുകൊണ്ടിരിക്കുക. അത് വേഗത്തിലാകുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ഇനിയും നടപടിക്രമങ്ങളുടെ ചക്രത്തിൽ ഉരുണ്ട് നോ, അത് വേഗത്തിലാകുവാൻ പോകുക. ഓ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ആ പ്രമോഷൻ നിനക്ക് കിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ, നിന്റെ ആനുകൂല്യം നിനക്ക് കിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാകുവാൻ പോവുകയാണ്. ആമേൻ, സ്തോത്രം. ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷേ നടപടിക്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ. ആ ചക്രത്തിൽ ഉരുളുന്ന അവസ്ഥ അത് മാറുവാൻ പോവുക. യെസ്, യേശുവിൻ നാമത്തിൽ. ഓ ആമേൻ. യെസ്, ഈ ആഴ്ച അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. ആ നടപടിക്രമങ്ങൾക്ക് ദൈവം വേഗത വരുത്തും. കാത്തിരിപ്പുകൾക്ക് കർത്താവ് അറുതി വരുത്തും. ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞു പോകുമോ? നോ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ആ ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞ് പോകത്തില്ല. പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഇതിനു വേണ്ടി
മൊർദെഖായിക്ക് എന്ത് ബഹുമാനവും പദവിയും കൊടുത്തു എന്ന് രാജാവ് ചോദിച്ചു. ഒന്നും കൊടുത്തിട്ടില്ല എന്ന് രാജാവിനെ സേവിച്ചു നിന്ന ഭൃത്യന്മാർ പറഞ്ഞു. എന്ത് കൊടുത്തു? രാജാവിൻ്റെ ചോദ്യമാണ് കേട്ടോ. കൊടുക്കുവാൻ അധികാരമുള്ള ഒരുത്തൻ ചോദിക്കുകയാണ്, എന്തു കൊടുത്തു? ആർക്ക്? മൊർദെഖായിക്ക്. എന്തിനാണ് ഈ എന്തു കൊടുത്തു എന്ന് ചോദിക്കുന്നത്? മൊർദെഖായി തനിക്ക് വേണ്ടി ചെയ്തൊരു കാര്യം കടമായിട്ട് കിടപ്പുണ്ട്. രാജാവ് നോക്കുക, കടം കിടക്കുക, രാജാവിൻ്റെ പേരിൽ കടം കിടക്കുക. മൊർദെഖായി ചെയ്തൊരു കാര്യത്തിന് പ്രതിഫലം കിട്ടിയിട്ടില്ല. സ്വർഗത്തിലെ രാജാവ്, അതെ, സ്വർഗത്തിലെ രാജാവ് നോക്കുക, അപ്പോൾ ഒരു കടം കിടക്കുക. നീ ചെയ്ത, അതെ, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയിട്ടില്ല. നിന്റെ കണ്ണുനീരിൻ്റെ മറുപടി തന്നിട്ടില്ല. നിന്റെ നിലവിളിക്ക് മറുപടി ഇതുവരെ എത്തിയിട്ടില്ല. നിന്റെ ഉപവാസവും പ്രാർത്ഥനയും അതിന് നീ ആഗ്രഹിച്ച മറുപടി നിനക്ക് എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കടം നീതിയുള്ള ന്യായാധിപതി കടക്കാരനാകുവാൻ ഇടവരത്തില്ല. രാജാവ് എഴുന്നേൽക്കുക, നിനക്ക് നീതി നടത്തി തരുവാൻ. ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം തരുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് ഉത്തരവിടുവിക്കുക. ഈ ആഴ്ച ഇന്നലകളിലെ പ്രാർത്ഥനകൾക്ക്, അതെ, അയ്യോ പാസ്റ്റർ, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, ഞാൻ ഒരുപാട് കരഞ്ഞു, ഒരുപാട് നിലവിളിച്ചു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം ദൈവം മറുപടി തന്നില്ല. നോ, ഇനിയും നിനക്ക് മുമ്പിൽ എൻ്റെ ദൈവം കടക്കാരനായി നിൽക്കത്തില്ല. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരുവാൻ പോകുക. ഇനിയും അവൻ കടക്കാരനായി നിൽക്കത്തില്ല. നീ കരഞ്ഞ കണ്ണുനീർ, പാസ്റ്റർ, ആരും കണ്ടില്ല. നോ, എൻ്റെ സ്വർഗം കണ്ടിട്ടുണ്ട്. വചനം പറയുന്നു, അവനത് തുരുത്തിയിലാക്കി വയ്ക്കുന്നു. ആ തുരുത്തി പൊളിക്കുന്ന ദിവസമാണ്. അവൻ ഇനി കടക്കാരനായി ഇരിക്കത്തില്ല. നിന്റെ കണ്ണുനീർ സംബന്ധിച്ച് സഹോദരി, ആ ഭവനത്തിനകത്ത് നീ കരഞ്ഞ കണ്ണുനീർ സംബന്ധിച്ച് എൻ്റെ കർത്താവ് ഇനി കടക്കാരനായി ഇരിക്കത്തില്ല. നിനക്ക് പ്രതിഫലം തരുവാൻ പോകുക. നീ എന്തിനു വേണ്ടിയാണോ കരഞ്ഞത്, നിന്റെ ഭർത്താവായിരിക്കുന്ന അവസ്ഥ കണ്ട് മദ്യപിച്ച് നാലുകാലിൽ സ്വബോധമില്ലാതെ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നതെന്നറിയാതെ കഷ്ടപ്പെട്ട് നീ ഉണ്ടാക്കി വയ്ക്കുന്ന ആഹാര സാധനങ്ങൾ പോലും എറിഞ്ഞുടച്ച് ലോകത്തിൻ്റെതായ വഴികളിൽ ഓടി നടക്കുവാൻ വ്യഗ്രത കാണിക്കുന്ന നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ച്, ഓ താങ്ക് യു ലോർഡ്, യെസ്, ആ കണ്ണുനീരിനെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക, മാനസാന്തരപ്പെടുത്തുക. ഇനിയും നിനക്ക് കടക്കാരനായിരിക്കുവാൻ നീ പ്രാർത്ഥിച്ചിട്ട് എന്തായി? എടിയേ, നീ ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് എന്തായി? എടിയേ, നീ ഇത്ര കരഞ്ഞിട്ട് എന്തായി? എടിയേ, നീ ഇത്ര ഉപവസിച്ചിട്ട് എന്തായി? ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട്. ഒത്തിരി ചോദ്യങ്ങൾ നിന്റെ കർണപുടങ്ങളിൽ വന്ന് അലയ്ക്കുന്നുണ്ട്. കേൾക്ക്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായി എൻ്റെ ദൈവം നിന്റെ കണ്ണുനീരിന് മറുപടി തരുവാൻ പോകുക. ചില ബലിഷ്ഠമായ കൈക്കുള്ളിൽ നീ ഞെരിഞ്ഞമർന്നപ്പോൾ ഉയർന്ന നിലവിളിക്ക് എൻ്റെ ദൈവം, ഓ യെസ്, യേശുവിൻ നാമത്തിൽ, എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുവാൻ പറയുന്നു. ഉപദ്രവിക്കപ്പെട്ട ചിലർ, ഫിസിക്കലായും മാനസികമായും, യെസ്, ഒരിക്കൽ കൂടെ, ഫിസിക്കലായും മെൻ്റലായും ഉപദ്രവിക്കപ്പെട്ട, എങ്ങനെയാണ് ഇതിലും ഭേദം അവരെന്നെ ഒന്ന് തല്ലിയിരുന്നുവെങ്കിൽ, അല്ലേ, എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് അതിലും വലിയ, ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ എൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്ട്രെസ് സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു, ടെൻഷനിലാക്കിയിരിക്കുന്നു, തീയിൽ നിൽക്കുന്നത് പോലുള്ള അവസ്ഥയാണ്. പേടിയാ ആ ജോലി സ്ഥലത്ത്, നിന്റെ വീട്ടിനകത്ത് ഞെരിക്കുക അവർ. ഓ യെസ്, യേശുവിൻ നാമത്തിൽ നിന്നെ മാനസികമായി തകർക്കുക. പലപ്പോഴും നീ ചിന്തിക്കുക, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? നോ, കേൾക്ക്, അവിടെ ആ ബലിഷ്ഠമായ കൈക്കുള്ളിൽ നിന്നുയരുന്ന നിന്റെ നിലവിളിക്ക് എൻ്റെ ദൈവം ഇനി കടക്കാരനായിരിക്കത്തില്ല. ചിലർ ഫിസിക്കലായി തന്നെ, അക്ഷരാർത്ഥത്തിൽ ചിലർ ഫിസിക്കലായി ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. ഇനിയും എൻ്റെ ദൈവം കടക്കാരനായി, നിന്റെ നിലവിളിക്ക് കടക്കാരനായി ഇരിക്കത്തില്ല. നിന്റെ നിലവിളിക്ക് മറുപടി തരുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വരിക. ഓ യെസ്, യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. മാതാവേ, നിന്റെ മകളെ ചൊല്ലി, നിന്റെ മകനെ ചൊല്ലി കരഞ്ഞ കണ്ണുനീരിന്, വിളിച്ച നിലവിളിയുടെ ഒച്ചയ്ക്ക് മറുപടി തരുവാൻ എൻ്റെ ദൈവം, ആമേൻ, കടക്കാരിയായി അവരുടെ മുമ്പിൽ മറുപടി പറയുവാൻ കഴിയാത്ത വിധത്തിൽ എങ്ങനെ മറുപടി പറയുവാൻ കഴിയും? നിന്നെ വിശ്വസിച്ച് നിന്നോടുള്ള സ്നേഹത്തെ പ്രതി നിന്നെ സഹായിച്ചവർ ഇന്ന് നിന്റെ അവസ്ഥ കണ്ടവർ ഭയന്നു പോയിരിക്കുന്നു. തിരികെ കൊടുക്കുവാൻ കഴിയുമോ? സ്വർണമൊക്കെ എന്നാ വിലയാ, തീ പോലെ പോവുകയാ. ആ സ്വർണത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. യെസ്, യേശുവിൻ നാമത്തിൽ. നോക്കൂ, തീ പിടിച്ച വിലയാ. അപ്പോൾ ഇനി അവർക്ക് തിരിച്ചെടുത്തു തരാൻ പറ്റുമോ?
അയ്യോ എൻ്റെ സ്വർണം പോവോ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കും അതറിയാം. നീ ഒരു നീരസവും വിചാരിക്കേണ്ട. അവർ പറഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് നീ സങ്കടപ്പെടേണ്ട. നിൻ്റെ ആവശ്യ സമയത്ത് തന്നവരാ. അതുപോലെ നിനക്ക് തിരിച്ചു കൊടുക്കുവാനുള്ള അവസരത്തെ കർത്താവ് തരുവാൻ പോകുക. നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് നീ അവരിൽ നിന്ന് വായ്പയായി വാങ്ങിയത് തിരികെ കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ഈ ദിവസങ്ങളിൽ സാഹചര്യങ്ങളെ ഒരുക്കി തരിക. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അമ്മേൻ. വഴി തുറക്കപ്പെടുക. ബ്രദർ, സിസ്റ്റർ, പ്രാർത്ഥിക്കുക. ഇനിയും അവരുടെ മുമ്പിൽ മറുപടി പറയുവാൻ കഴിയാതെ തലകുനിച്ചു നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഓ മേൻ. ഉപദ്രവിക്കപ്പെടുന്ന ചിലർ, അമേൻ. ആ വാക്ക് വീണ്ടും വീണ്ടും കർത്താവ് ആവർത്തിച്ച് പറയുവാൻ പറയുക. മതവേ, നീ അറിയുന്നുണ്ട് നിൻ്റെ മകളവിടെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇനിയും ഉപദ്രവിക്കപ്പെടുവാൻ, ഫിസിക്കലായി, മെൻ്റലായി ഇനിയും ഉപദ്രവിക്കപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്ക്. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരും. നോക്കൂ, അപ്പോൾ മൊർദെഖായി രാജാവിന് വേണ്ടി ചെയ്തൊരു കാര്യം. പ്രതിഫലം കിട്ടേണ്ടതാണ്, പക്ഷെ പ്രതിഫലം കിട്ടിയില്ല. എന്നാൽ ഒരു ദിവസം രാജാവ് കണക്ക് പുസ്തകം എടുത്ത് വായിച്ചു നോക്കി, ചോദിക്കുകയാണ്, ഇവനെന്ത് പ്രതിഫലം കൊടുത്തു? എൻ്റെ ജീവൻ രക്ഷിച്ചവൻ എന്ത് പ്രതിഫലം കൊടുത്തു? എന്നെ പ്രസാദിപ്പിച്ചവൻ എന്ത് പ്രതിഫലം കൊടുത്തു? എൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നവന് എന്ത് പ്രതിഫലം കൊടുത്തു? ആരാധിച്ചവന്, പ്രാർത്ഥിച്ചവന്. അമേൻ. അപ്പോൾ പലരും ചിന്തിക്കും, പാസ്റ്റർ, ഞങ്ങളുടെ പ്രാർത്ഥന അത്ര വലുതാണോ? അതേ, വലുതാണ്. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നീ പ്രാർത്ഥിക്കുന്നില്ലേ? ഒത്തിരി പേർ പിന്തിരിഞ്ഞു പോയ, ഒത്തിരി പേർ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് പിന്മാറിപ്പോയ സ്ഥാനത്ത് നീ മടി കൂടാതെ ദൈവസന്നിധിയിൽ നിൽക്കുന്നില്ലേ? നീ ദൈവത്തെ ആരാധിക്കുന്നില്ലേ? പല ബന്ധങ്ങളും വേണ്ടെന്ന് വെച്ച്, പലരുടെയും കഠിനവാക്കുകൾ സാരമില്ല എന്ന് വെച്ച്, പലരുടെയും പലതിൻ്റെയും പ്രലോഭനങ്ങളിൽ വീണുപോകാതെ നീ ദൈവസന്നിധിയിൽ നിൽക്കുന്നില്ലേ? അതിന് വില തരുന്ന ഒരു കർത്താവുണ്ട്. നോക്കൂ, എസ്തറിൻ്റെ പുസ്തകം തന്നെ 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉമ്മരപ്പടി കാവൽക്കാരനായി രാജാവിൻ്റെ ഷണ്ടന്മാരിൽ ബിഗ്ഥാന, തേരേഷ് എന്നീ 2 പേർ അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചിരുന്ന സംഗതി മൊർദെഖായിക്ക് അറിവ് തന്ന പ്രകാരം അതിലെഴുതിയിരിക്കുന്നത് കണ്ടു. അപ്പം മൊർദെഖായി അറിവ് കൊടുത്തിട്ട് രാജാവിൻ്റെ ജീവൻ രക്ഷിക്കപ്പെട്ടു. അതിനുള്ള പ്രതിഫലമാണ് കിട്ടാതെ പെൻഡിങ്ങിൽ കിടക്കുന്നത്. അമേൻ. നമ്മൾ ഒരുപാട് കരഞ്ഞു, പെൻഡിങ്ങിലാണ്, മറുപടിയില്ല. പാസ്റ്ററേ, ഇത്ര കരഞ്ഞിട്ടും എന്താ ദൈവം മറുപടി തരാത്തത്? പാസ്റ്റർ, ഇത്ര ഉപവസിച്ചിട്ടും എന്താ ദൈവം മറുപടി തരാത്തത്? സ്തോത്രം. മറുപടി താമസിക്കുന്നുണ്ടെങ്കിൽ തരുന്ന മറുപടിയുടെ ലെവൽ വേറെ ആയിരിക്കും. നോക്കൂ, ഒരു പക്ഷേ അന്ന് ആ സമയത്ത് തന്നെ മറുപടി കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു പൊന്നാടയോ പട്ടും വളയുമോ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്, എന്തെങ്കിലും കിട്ടിയനെ. അതിലപ്പുറം ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇതൊക്കെ വലിയ കാര്യമാണ്. പക്ഷേ മറുപടി താമസിച്ചതുകൊണ്ട് പ്രതിഫലത്തിൻ്റെ ലെവല് മാറുക. അതേക്കുറിച്ച് പറയാം. പക്ഷേ അത് പ്രാപിക്കുവാൻ ഇന്നലകളിൽ ചെയ്തു, അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇന്നലകളിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. പ്രാർത്ഥന മാത്രമല്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ തൊഴിലിടത്തിൽ. അതിനൊത്തവണ്ണമുള്ള റിട്ടേൺസ് കിട്ടിയിട്ടില്ല. കിട്ടേണ്ട സമയമായപ്പോൾ അവിടെ നിന്ന് ഓടിച്ചു വിടാൻ വേണ്ടി നോക്കുന്നു. അന്ന് സ്ഥാപനത്തിൻ്റെ സ്ഥിതി അതായിരുന്നു, നിനക്ക് അത്രയൊക്കെ തരാൻ പറ്റുന്നുള്ളൂ. ഇന്ന് സ്ഥാപനം വളർന്നു, നീ പ്രതീക്ഷിക്കുന്ന, നീ സ്വപ്നം കാണുന്ന നിൻ്റെ ആവശ്യത്തിന് ഒത്തവണ്ണം തരുവാൻ തക്കവണ്ണം സ്ഥാപനം വളർന്നപ്പോൾ നിന്നെ ഓടിച്ചു വിടാൻ വേണ്ടി നോക്കുന്നു. പ്രതിഫലം കിട്ടിയിട്ടില്ല. അല്ലേ സഹോദരി? അന്ന് നിൻ്റെ ഭർത്താവിന് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ലായിരുന്നു. കഷ്ടതയും കണ്ണുനീരും അങ്ങനെ പോയി. ഇന്ന് നിൻ്റെ കണ്ണുനീരിൻ്റെയും നിൻ്റെ കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ഫലമായി ഇന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ നീ ആരാടി? നിന്നെ ഇവിടെ ആർക്ക് വേണം? നീ വയ്ക്കോ. എപ്പോഴും ഇതേ വാക്ക സഹോദരി കരയുക. കേട്ട് മടുത്തല്ലേ സഹോദരി? ഒന്നും ഇല്ലാതിരുന്നപ്പോൾ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കടം വാങ്ങിക്കാനും ആശ്വസിപ്പിക്കാനും. ഒന്നുമില്ല, എല്ലാം ശരിയാവുമെന്ന് പറയാനും, രാവും പകലും കരഞ്ഞ് നിലവിളിക്കാനും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നീ ഒരു അധികപ്പറ്റായി. അതെ, നീ എവിടെ അധികപ്പറ്റായെന്ന് നീ സ്വയം തിരിച്ചറിഞ്ഞ് സങ്കടപ്പെടുന്നുവോ, അവിടെ എൻ്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുന്നു. സഹോദരി, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവിടെ ആ ഭവനത്തിനകത്ത് തന്നെ കർത്താവ് നിന്നെ മാനിക്കും കേട്ടോ. നീ ലജ്ജയായി തീരുവാൻ, നിന്റെ തല കുനിയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രതിഫലമില്ല. അതാണ് പലരുടെയും പ്രശ്നം. ഒരുപാട് കഷ്ടപ്പെട്ടു, പല ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെച്ച് മക്കളെ വളർന്ന് വലുതായപ്പോൾ കിട്ടുന്ന പ്രതിഫലമോ, എൻ്റെ പൊന്നേ, ഒരു പ്രതിഫലവും വേണ്ട. ഇവനൊക്കെ ഒന്ന് നേരാവണ്ണം നടന്ന് നാട്ടുകാരെ കൊണ്ട്
അവരുടെ വായിലിരിക്കുന്നത് എന്നെ കേൾപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. സത്യം അതല്ലേ? പിച്ച എടുത്തായാലും ജീവിച്ചോളാം, ഒന്നും വേണ്ട, ഇവനൊക്കെ ഒന്നും തരണ്ട, അതല്ലേ പിതാവേ? ഇപ്പോഴത്തെ ആവശ്യമാണ്. പക്ഷേ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. നിൻ്റെ നല്ല സമയം മുഴുവൻ നീ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ, നീ അവർക്ക് വേണ്ടി ഓടിയപ്പോൾ, നിൻ്റെ ആരോഗ്യം നോക്കാതെ, നിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർക്കാതെ ഓടിയപ്പോൾ ഉള്ള കിടപ്പാടം തന്നെ കടത്തിലാക്കി. അതെ, മക്കൾക്ക് വേണ്ടി വീടും വസ്തുവും പണയം വെച്ച് ഇന്ന് കയറിക്കിടക്കുവാൻ ഇടമില്ലാതായി തീരുമെന്ന് ചിന്തിച്ചായിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നീ നഷ്ടപ്പെട്ടവനായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ജപ്തിയായി തീരുവാൻ. യെസ്, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതെ, ജപ്തിയായി തീരുവാൻ, നീ നഷ്ടപ്പെട്ടവനായി, നീ നഷ്ടപ്പെട്ടവളായി തീരുവാൻ, നീ അവിധത്തിൽ തലകുനിച്ചു നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രതിഫലമില്ല. ആമേൻ. ഒരുപാട് കഷ്ടപ്പെട്ടതാ അല്ലേ ആ ബിസിനസ് ഒന്ന് വളർത്തി വലുതാക്കുവാൻ വേണ്ടി. അതിനെടുത്ത എഫേർട്ട്, അതിന് കണ്ട സ്വപ്നങ്ങൾ ഇന്ന് എല്ലാം ആയപ്പോൾ പാർട്ട്നേഴ്സിനാൽ ചതിക്കപ്പെട്ട്, ഒപ്പമുള്ളവരാൽ ഒഴിവാക്കപ്പെട്ട്, ആ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടത് അല്ലേ സഹോദര? നിൻ്റെ ജീവിതം തന്നെ നല്ല സമയം എല്ലാം കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ചു. അന്ന് പിന്നെ അണ്ണാന്നും ചേട്ടാന്നും അളിയാന്നും അച്ഛനാന്നും അച്ചമ്പിന്നൊക്കെ വിളിക്കാൻ വേണ്ടി ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുകയാണ്. ഇപ്പോൾ നിൻ്റെ സമയം കേട്ടപ്പോൾ ആരോഗ്യം ക്ഷയിച്ചു, പഴയ പോലെ ഓടാനും അധ്വാനിക്കാനും വയ്യ, അവരിലേക്ക് ആശ്രയിക്കേണ്ടി വന്നപ്പോൾ സത്യം പറഞ്ഞ നല്ല സമയമാണ്. കാരണം അവരൊക്കെ രക്ഷപ്പെട്ടു. നിന്റെ കഷ്ടപ്പാടിന് ഫലമുണ്ടായി. പക്ഷെ അവർ രക്ഷപ്പെട്ടപ്പോൾ നീ ഒരു അധികപ്പറ്റായി. നിന്റെ അധ്വാനത്തിന് ഫലമില്ല. വാക്ക് മാറുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ് നോക്കട്ടെ, എഴുതാം. ആമേൻ. സഹോദരങ്ങൾ, നിനക്ക് അവകാശപ്പെട്ടത് എഴുതി തരാമെന്ന് പറഞ്ഞ് കുറേ നാളുകൊണ്ട് ഇങ്ങനെ നടക്കുക. ഈ ആഴ്ച അതിനൊരു തീരുമാനമുണ്ടാകുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ഈ ആഴ്ച. ഇനി ആ സഹോദരി പറയട്ടെ, അവരെ നോക്കട്ടെ, പേര് കഴിയട്ടെ, സ്കൂളിൽ ചേർക്കുന്നത് കഴിയട്ടെ, പേരിടൽ കഴിയട്ടെ, വീട് വാർപ്പ് കഴിയട്ടെ, പണി കഴിയട്ടെ. നോ, ഈ ആഴ്ച യെസ്, രജിസ്ട്രേഷൻ നടക്കുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിനക്ക് ലഭിക്കേണ്ടത് നിനക്ക് ലഭിക്കുവാൻ പോകുക. കുറേ നാളായി കോടതി കയറി ഇറങ്ങിയ നിന്റെ അധ്വാന ഫലം ലഭിക്കുവാൻ, നീ കഷ്ടപ്പെട്ടത് ലഭിക്കുവാൻ, ആ നട്ടപ്പടി ക്രമങ്ങളെ എൻ്റെ ദൈവം വേഗത്തിലാക്കുക. അവിടെ നീ ഇൻവെസ്റ്റ് ചെയ്തത്, അവിടെ നീ അത് തിരികെ വരുവാൻ പോകുക. നോക്കൂ, കഷ്ടപ്പെട്ടത് തിരികെ കിട്ടുന്നില്ല. പക്ഷെ കിട്ടുവാൻ എന്താ ചെയ്യുന്നേ? 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥനയും ഉപവാസവും ഉയരുന്നുണ്ട്. ആമേൻ. ഭക്തൻ അറിയാം, എനിക്ക് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ കിട്ടുവാൻ തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കുവാൻ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും കഴിയും. ചിലതിനൊക്കെ പ്രതിഫലം കിട്ടിയിട്ടില്ലേ? നടപടിക്രമങ്ങൾ താമസിച്ച് പോകുന്നുണ്ടോ? ഫയലുകൾ ഇഴയുന്നുണ്ടോ? മറുപടി ഇല്ലയോ? നടക്കുമോ നടക്കത്തില്ലയോ എന്നറിയാതെ ഭാരപ്പെടുന്നുണ്ടോ? പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഉപവസിക്കുവാൻ തയ്യാറാണോ? അപ്പോൾ ചിലർ ചോദിക്കും, പാസ്റ്റർ, ഞങ്ങൾക്കതിനുള്ള സാഹചര്യമില്ല. അങ്ങനെ ചുമ്മാതാ, നിങ്ങൾക്കാണ് അവസരമുള്ളത്. പ്രിയ പ്രൈസ് ചർച്ച് കുടുംബാംഗങ്ങളെ, പ്രൈസ് ചർച്ച് ഫാമിലിക്കൊപ്പം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ചേർന്നുപവസിച്ച് ആ പ്രതിഫലം പ്രാപിക്കുവാൻ, നിങ്ങളുടെ കഷ്ടപ്പാടിനും കണ്ണുനീരിനും ഇന്നലകളുടെ പ്രാർത്ഥനയ്ക്കുമുള്ള പ്രതിഫലം പ്രാപിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്തോ, കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നോക്കിയേ, ഉപവാസവും പ്രാർത്ഥനയും, ആ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും കാരണമായി തീർന്നതോ? ആമേൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു പ്രതിഫലം ആർക്ക്? മോർദെഖായിക്ക് ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ അതങ്ങനെ തടഞ്ഞു വയ്ക്കപ്പെട്ടിരിക്കുക, അതങ്ങനെ മേശപ്പുറത്തിരിക്കുക. മോർദെഖായി വിട്ട് അത് കാര്യമാക്കുന്നുമില്ല. അങ്ങനെ ചിലരുണ്ട്. അതേക്കുറിച്ച് വലിയ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. സഹോദരി, നിൻ്റെ സങ്കടം അതാ. ഈ മനുഷ്യർ ഇത്ര സ്വബോധമില്ലല്ലോ. പിള്ളേർക്കുള്ളതാണ്, നമുക്ക് നാളത്തേക്കുള്ളതാണ്, പോയി വാങ്ങിക്കാം. അങ്ങനെ മിണ്ടാതെ നോക്കൂ, നിങ്ങൾക്ക് ലഭിക്കേണ്ട ചിലത് നിങ്ങൾ പ്രാപിക്കാതിരിക്കുന്നത് ദൈവസന്നിധിയിൽ പാപമാണെന്ന് തിരിച്ചറിയാതെ പോകരുത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയട്ടെ. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ കേൾക്ക്, എത്ര വേണമെങ്കിലും ശിക്ഷ കൊടുക്കാം, നിനക്കുള്ളത് മുഴുവൻ ശിക്ഷ കൊടുക്കാം, ദൈവം നിന്നിൽ പ്രസാദിക്കും. പക്ഷേ നിന്നെ ചതിച്ചൊരുത്തനത് കൈവശമാക്കരുത്. ദൈവവും നിന്നെ ശപിക്കും. ആമേൻ. ഒരിക്കൽ കൂടി പറയട്ടെ, നിന്നിൽ നിന്ന് ചതിയായി ഒരുത്തൻ വാങ്ങിയെടുക്കരുത്. നീ ശിക്ഷ കൊടുത്തോ, ചുമ്മാ കൊടുത്തോ, ദാനമായി കൊടുത്തോ, ദൈവം പ്രസാദിക്കും, അധികം പ്രതിഫലം തരും. പക്ഷേ നിന്നെ ചതിക്കരുത്. ഇത് ഓർമ്മിച്ച് വെച്ചോ. പ്രാർത്ഥിക്കുക. നന്മകളുടെ വഴിയടയുന്നത്, ചെന്നെത്തുവാൻ പാടില്ലാത്ത സ്ഥാനങ്ങളിൽ നിന്റെ നന്മ ചെന്നെത്തുന്നത് കൊണ്ടാണ്, നീ പോലും അറിയാതെ. അത് വലിയ പാടാണ്. അപ്പോൾ നോക്കിയേ,
ഈ പ്രാർത്ഥന ഉപവാസവും ഉയരുവാനുള്ള കാരണം അവിടെ ഒരു വലിയ കഷ്ടത വെളിപ്പെടുക. എന്താ? വലിയൊരു കഷ്ടത. ദേശം മുഴുവൻ യഹൂദന്മാർ, അവരുടെ ഭാര്യമാർ, മക്കൾ, വയോധികർ അവരെല്ലാം ഭയന്ന് നിലവിളിക്കുന്നൊരു അവസ്ഥ ശൂഷൻ രാജധാനിയിലുണ്ടായി. 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്കത് കാണുവാനായിട്ട് തുടങ്ങും. ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ പ്രാർത്ഥനയും ഉപവാസവും ഉണ്ടായി. ചില പ്രതിസന്ധികൾ വരുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും, നിങ്ങൾ പ്രാപിച്ചെടുക്കുവാനും, അല്ലെങ്കിൽ ചില നടപടിക്രമങ്ങൾ വേഗത്തിലാകുവാനുമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളോട് ആലോചന പറയട്ടെ. ചില പ്രതിസന്ധികൾ കടന്നു വരുന്നേ, ആമേൻ, നീ അത് പ്രാപിക്കാതിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നിനക്ക് ലഭിക്കേണ്ടത് അത് നീ പ്രാപിക്കാതിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ചില പ്രതിസന്ധികൾ കടന്നു വരും. നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, നീ ഉപവസിക്കുവാൻ തയ്യാറാണെങ്കിൽ ചിലരുടെ ഉറക്കത്തെ ദൈവം കെടുത്തും. നിനക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ചിലരുടെ ഉറക്കത്തെ ദൈവം കെടുത്തും. അത് ഏത് കൊമ്പത്തുള്ളവനായിരുന്നാലും. യേശുവിൻ നാമത്തിൽ രാജാവിൻ്റെ ഉറക്കം കെടുത്തി. വീഞ്ഞു കുടിച്ചിട്ടും ഉറക്കം വരുന്നില്ല. തോഴിമാർ അന്തഃപുരത്തിൽ തലങ്ങും വിലങ്ങും തന്നെ വീശി ഉറക്കുവാൻ നോക്കിയിട്ടും, മെഞ്ചാമരം വീശി ഉറക്കുവാൻ നോക്കിയിട്ടും ഉറക്കം വരുന്നില്ല. നോ, ഒരു രക്ഷയുമില്ല. എങ്ങനെ ഉറങ്ങും? മൊർദെഖായിക്ക് വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിലരൊന്നും ഇനി ഉറങ്ങത്തില്ല. നിനക്ക് വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതെ ചിലരൊന്നും ഉറങ്ങത്തില്ല. ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ബ്രദർ, സിസ്റ്റർ, അവിടെ ആ ജോലി സ്ഥലത്ത് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യാതെ ചിലരൊന്നും ഉറങ്ങത്തില്ല. ദൈവം ഇന്ന് തീരുമാനിക്കുക, ഈ ആഴ്ച നിനക്ക് വേണ്ടി ചെയ്തിട്ട് ഇനി അവർ ഉറങ്ങിയാൽ മതി. എത്ര ഉറക്കഗുളിക കഴിച്ചാലും എത്ര ഡോസ് കൂട്ടിയാലും അവരുറങ്ങത്തില്ല. സഹോദരി, നിനക്ക് സ്വസ്ഥത തരാത്ത ചിലതൊന്നും ഇനി ഉറങ്ങത്തില്ല. ആമേൻ. നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് ചെയ്തിട്ടല്ലാതെ ചിലതൊന്നും ഉറങ്ങത്തില്ല. നിനക്ക് വേണ്ടി ആ പേപ്പറിൽ ഒപ്പിട്ടിട്ടല്ലാതെ ചിലർ ഉറങ്ങത്തില്ല. നിന്നെ സഹായിക്കേണ്ട ചിലരുണ്ട്. ആമേൻ. അതിന് നീ അർഹയാണ്. അവർ സഹായിക്കാതെ ഇനി അവർ ഉറങ്ങത്തില്ല. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് ചെയ്തിട്ടല്ലാതെ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആ പേപ്പറിൽ ഒപ്പിട്ടിട്ടല്ലാതെ അവരിനി ഉറങ്ങത്തില്ല. യേശുവിൻ നാമത്തിൽ. ചിലരൊക്കെ അങ്ങനെ മടിച്ചു മാറി നിൽക്കുക. ചെയ്യേണ്ടവരാ. ഇന്നലകളിൽ നീ അവർക്ക് വേണ്ടി പലതും ചെയ്തിട്ടുള്ളത്. അപ്പം നിനക്ക് ചിലത് ചെയ്തു തരണം. ശുശ്രൂഷക, ആമേൻ, ഇന്നലകളിൽ നീ ഓടുകയും അധ്വാനിക്കുകയും ചെയ്തതാ. ഇന്ന് അവർക്ക് നല്ല കാലം വന്നപ്പോൾ മാറി നിൽക്കുക. നീ കഷ്ടതയിൽ കിടക്കുക. നോ, ആമേൻ. കർത്താവ് അങ്ങനെ വിടത്തൊന്നുമില്ല കേട്ടോ. ചിലരെയൊന്നും ഉറക്കത്തില്ല. ആമേൻ, സ്തോത്രം. ചിലരെയൊന്നും ഉറക്കത്തില്ല. അങ്ങനെ രാജാവ് ഉറങ്ങാതെ ആയപ്പോൾ 2 കാര്യങ്ങൾ നടന്നു. ഒന്ന്, ആമേൻ, 7-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എസ്തേറിൻ്റെ പുസ്തകമാണ് കേട്ടോ, ശത്രുത നീങ്ങി എന്ന് പറഞ്ഞാൽ ഈ കലക്കത്തിന് കാരണമായ ഒരുത്തൻ ശൂഷൻ രാജധാനിയിലുണ്ടായിരുന്നു. ഹാമാൻ, രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അലങ്കരിക്കുന്നവൻ. പുള്ളിക്ക് മൊർദെഖായിയോട് ശത്രുതയ്ക്കുള്ള കാരണം പറഞ്ഞു തരാം വഴിയെ. അപ്പോൾ ആ ശത്രുത പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ നീങ്ങി. ഹാമാൻ ഒരു കഴുമരമൊക്കെ ഒരുക്കി തൻ്റെ ശത്രുതയുടെ പ്രബലത്വം, ശക്തി തെളിയിക്കുവാൻ വേണ്ടി കാത്തിരിക്കുക. ആ കഴുമരത്തിൽ തന്നെ ഹാമാനെ തൂക്കി ദൈവം അതിനൊരു പരിസമാപ്തി വരുത്തി. ചിലരൊക്കെ പല പദ്ധതികളും ഒപ്പിച്ചിരിക്കുക നിന്നോടുള്ള വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി. നിൻ്റെ തലമുറയെ തകർക്കാമെന്ന്, നിൻ്റെ കുടുംബത്തെ തകർക്കാമെന്ന്, നിൻ്റെ തൊഴിലിനെ തകർക്കാമെന്ന്, നിൻ്റെ ബിസിനസ്സിനെ തകർക്കാമെന്ന്, നിൻ്റെ ശുശ്രൂഷയെ തകർക്കാമെന്ന്, നിൻ്റെ ആത്മീയ ജീവിതത്തെ, നിൻ്റെ ഭൗതിക ജീവിതത്തെ നശിപ്പിക്കാമെന്ന് പറഞ്ഞ് ചില പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുന്ന ചിലരുടെ അത് തന്നെ ആമേൻ, പദ്ധതികളെ ദൈവം തകർക്കുവാൻ പോവുക. ശത്രുതകൾ നീങ്ങിപ്പോകുവാൻ പോവുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ശത്രുത നീങ്ങിപ്പോകുവാൻ പോകുക. ഇനി ആദ്യം ഞാൻ വഴിയെ പറയാമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രതിഫലം ഉടനെ കിട്ടിയാൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഒരു സ്വർണ്ണ നാണയോ പട്ടും വളയുമൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയേനെ. എന്നാൽ താമസിച്ചതുകൊണ്ട് മാത്രമല്ല, ഉപവസിച്ച് പ്രാർത്ഥിച്ചത് പ്രാപിച്ചതുകൊണ്ട് 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്ന് മൊർദെഖായിയെ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടെ കൊണ്ടു നടന്നു. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷൻ ഇങ്ങനെ ചെയ്യും എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു. രാജാവ് ബഹുമാനിക്കുന്ന പുരുഷനാണെന്ന് പറഞ്ഞ് പട്ടണത്തിലൂടെ അവനെ കൊണ്ടു നടക്കി. ആരെ? മൊർദെഖായിയെ. ആര്? ശത്രുവായ ഹാമാൻ. നിന്റെ ശത്രു നിന്റെ പ്രമോഷകനായി മാറുവാൻ പോകുക. നിന്നെ പ്രൊമോട്ട് ചെയ്യുവാൻ പോകുക. നിനക്ക് വിരോധമായി നിൽക്കുന്ന ചിലർ,
നിൻ്റെ തകർച്ച കാണുവാൻ കാത്തിരിക്കുന്ന ചിലർ നിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ദിവസങ്ങളെ എൻ്റെ ദൈവം നിനക്ക് മുമ്പിൽ ഒരുക്കുവാൻ പോകുക. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അവിടെ നിന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്നത്തെ നിൻ്റെ ശത്രു തന്നെ. ആമേൻ. നോക്കൂ, പ്രതിഫലം ആ രാജ്യത്ത് ഹാമാനേക്കാൾ പേരുള്ളവനാക്കി മൊർദെഖായിയെ മാറ്റി. കാത്തിരിക്കേണ്ടി വന്നത് നിൻ്റെ ശത്രുവിനേക്കാൾ പേരുള്ളവനായി നീ മാറുവാൻ വേണ്ടിയാ. നോക്കൂ, 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഹാമാന് കോപം മുഴുത്തു കലക്കമുണ്ടാകുവാനും ഈ ജനം കലങ്ങിപ്പോകുവാനും കാരണമാകും വിധം ഹാമാന് കോപം മുഴുത്തു. അതിൻ്റെ റിസൾട്ട് എന്താ? മൊർദെഖായിക്ക് അത് അനുഗ്രഹമായി മാറി, പ്രതിഫലം പ്രാപിക്കുവാൻ കാരണമായി മാറി. ചില കോപങ്ങൾ, ചിലരുടെ വൈരാഗ്യം, വെല്ലുവിളി, നിനക്ക് വിരോധമായുള്ള വാഗ്വാദങ്ങൾ, പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ തയ്യാറായിക്കോ. നിനക്കത് അനുഗ്രഹമായി നന്മയായി മാറുവാൻ പോകുക. അവർ ശത്രുക്കളായത്, അവർ നിന്നെ അപമാനിക്കുവാനും നിന്ദിക്കുവാനും തുണിഞ്ഞിറങ്ങിയത് നിനക്ക് നന്മയായെന്ന് നീ പറയുവാൻ പോകുക. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഈ അവസരത്തെ നിങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റുവാനുള്ള അവസരമുണ്ട്. ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ. പ്രൈസർ ഫാമിലിക്കൊപ്പം ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അതിന് അവസരമുണ്ട്. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നതുപോലെ അനേകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക. എല്ലാ ദിവസങ്ങളിലും പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് വചന സന്ദേശത്തിനൊപ്പം ഒരുമിച്ച് ചേർന്നായിരിക്കുവാനും പ്രാപിക്കുവാനും ആത്മീയമായി വളരുവാനുള്ള അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലൂടെയും. തീർന്നില്ല, വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്ന് നോക്കും. പരിശുദ്ധാത്മ നിറവിൽ സാക്ഷികളുടെ മധ്യേ അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മയുടെ അനുഭവം നിങ്ങൾക്ക് ലഭ്യമായി തീരും. എന്ന കണ്ണടച്ച വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്, നടപടിക്രമങ്ങൾ ഒച്ചുഴയുന്ന വേഗത്തിലാകുമ്പോൾ ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യാതെ അമാന്തിച്ചു മാറി നിൽക്കുമ്പോൾ സ്വർഗം ഇവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. നടപടിക്രമങ്ങൾ വേഗത്തിലാകട്ടെ, പേപ്പേഴ്സുകൾക്ക് മൂവ്മെൻ്റ് ഉണ്ടാകട്ടെ, ഇവരിലേക്ക് എത്തേണ്ടത് ഇവരിലേക്ക് വരട്ടെ. സ്വർഗം അങ്ങ് കൂടിയിരിക്കണമേ. അപ്പം ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തൊഴിൽ സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ മാറട്ടെ. വിദേശങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. IELTS, പൊറോമെട്രിക്, MOH എക്സാമുകൾ എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല റിസൾട്ട് നൽകി മാനിക്കണമേ. അങ്ങ് കൂടിയിരിക്കണമേ. പഠനത്തിനായി വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന മക്കൾ സ്വർഗം കൂടിയിരിക്കണം. അവർക്ക് വേണ്ടി സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേ. നിയമങ്ങൾ മാറ്റി എഴുതപ്പെടട്ടെ. സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ലോണുകൾ സാങ്ഷൻ ആകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ. കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിലേക്ക് ചേർന്ന് വരട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. പലിശക്കടകളും ജപ്തി നടപടികളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും അങ്ങയുടെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദീർഘനാളുകളായി സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ആയിരിക്കുന്നവർ, മാനസികമായും ശാരീരികമായും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. കാഴ്ച സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ. സ്വർഗം അങ്ങ് തൊടുന്ന കൃപയ്ക്കായി. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. നിരാശകൾ മാറട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ കച്ചവടങ്ങൾ നടത്തുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, ആ കാത്തിരിപ്പിന് അറുതി വരുത്താം. അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ
നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.